ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ഈ മുഖം ഇങ്ങനെ ആക്കിയത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു മേക്കപ്പാണ്. 3 പ്രോഡക്റ്റ്സും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. 5 പ്രോഡക്റ്റ്സ്, അതായത് 2 സ്കിൻ കെയർ പ്രോഡക്റ്റ്സും 3 മേക്കപ്പ് പ്രോഡക്റ്റ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചടങ്ങിലോട്ട് കിടക്കാം. സോറി, ഇതല്ല ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഇത് ഞാൻ ഒരു കല്യാണത്തിന് വേണ്ടി തയ്പ്പിച്ചായിരുന്നു. നല്ലതായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ടൈറ്റായി. അതിൻ്റെ ബാക്കിലുള്ള സിബ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് കടക്കാം. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, ഐലൈനർ ഉണ്ട്, ഐബ്രോ പെൻസിലുണ്ട്, പിന്നെ ഒരു ലിപ് ബാമും കൂടി ഉണ്ട്. ഇത്രയും പ്രൊഡക്ട്സും മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ 2 സ്കിൻ കെയർ പ്രൊഡക്ട്സും 3 മേക്കപ്പ് പ്രൊഡക്ട്സും. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ലിപ് ബാം ഇട്ട് വെക്കുക. മേക്കപ്പ് എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലിപ് ബാം ആദ്യം തൊട്ടേ ഇട്ട് വെച്ചാൽ നമ്മുടെ ലിപ്പ് ആ മേക്കപ്പ് തീരുമ്പോഴേക്കും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ ചെയ്യാമല്ലോ. അതിനുശേഷം മോയ്സ്ചറൈസർ ഇടുകയാണ്. പോൺസിൻ്റെ ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ് ഇടുന്നത്. നല്ല മോയ്സ്ചറൈസർ കേട്ടോ അത്. ഇതിലും നല്ലതാണ് മറ്റേ ജെൽ ടൈപ്പ് ഇല്ലേ പോൺസിൻ്റെ തന്നെ, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് നല്ല ഓഫറിൽ കാണുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഇതെടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണ്. ഇത് ഡാൻസ്ലാൻഡ് ഒരു ഐബ്രോ പെൻസിലാണ്. ലോക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. 45 90 അങ്ങനെ എന്തോ ആണ് ഇതിന് പ്രൈസ്. ഇതിൻ്റെ ബാക്കിലുള്ള സ്പൂളി ഞാൻ വേറെ ഏതോ ഐബ്രോ പെൻസിലിൻ്റെ അടുത്തെയാണ്. ഇത് ഷാർപ്പൻ ചെയ്യണം, പക്ഷേ ഷാർപ്പനർ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ബ്രൗൺ കളറുമാണിത്. ബ്ലാക്ക് കളർ എനിക്ക് ഇഷ്ടമല്ല, കാരണം വെച്ചാൽ ബ്ലാക്ക് കളർ കൊണ്ട് എഴുതുമ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെ എഴുതി കൊടുക്കുമ്പം എടുത്ത് പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നും. എനിക്ക് അതുകൊണ്ട് ബ്രൗൺ ആണ് ഇഷ്ടം. അങ്ങനെ ആകുമ്പോൾ ഫില്ലാവുകയും ചെയ്യും, അങ്ങനെ എടുത്ത് അറിയേയില്ല. ഡാർക്ക് ബ്രൗൺ എന്തോ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അങ്ങനെ ആ സ്റ്റെപ്പിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോവാം. ഐലൈനറാണ്, ലാക്മേയുടെ ഐലൈനറാണിത്. ഇത് കുറേ കാലം എത്തും. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും എനിക്ക് അറിയാൻ പോലുമില്ല, പക്ഷേ അങ്ങനെ യൂസ് ചെയ്യരുത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ എപ്പോഴും എന്ത് ഡ്രസ്സിൻ്റെ കൂടെയാണെങ്കിലും പൊട്ട് തൊടുന്ന ആൾക്കാരാണോ നിങ്ങൾ? ഞാൻ അങ്ങനെ പൊട്ട് തൊടും. എനിക്ക് മോഡേൺ ആയാലും ട്രഡീഷണൽ ആയാലും എന്ത് ഡ്രസ്സായാലും എനിക്ക് പൊട്ടില്ലാണ്ട് എൻ്റെ മുഖം അപൂർണ്ണമാണ് എന്ന് തോന്നും. അപ്പം ഞാൻ എല്ലാത്തിനും കൂടിയും പൊട്ട് തൊടും. അത് കാണുമില്ല എന്നുള്ളതൊന്നും പ്രസക്തിയില്ല, എനിക്ക് പൊട്ട് തൊടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐലൈനർ ജസ്റ്റ് നൈസായിട്ടൊന്ന് എഴുതി കൊടുത്തു. പിന്നെ മസ്കാര ഇല്ലെങ്കിൽ നമുക്ക് ആ ഐലൈനർ കൊണ്ട് തന്നെ നമ്മുടെ ലാഷസിൽ ഇങ്ങനെ ഫില്ല് ചെയ്യാം കേട്ടോ. വാട്ടർ പ്രൂഫ് ഐലൈനർ ആയിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് വെള്ളം തട്ടുമ്പോഴേക്കും അതൊക്കെ ഒഴുകി ഒലിക്കാൻ തുടങ്ങും. ഫൈനൽ സ്റ്റെപ്പ് ലിപ്സ്റ്റിക്കാണ്. ലാക്മേയുടെ ന്യൂഡ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് പിങ്ക് റോസ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അത്ര ന്യൂഡല്ല, പിന്നെ ബ്രൗൺ ഷെയ്ഡും അല്ല. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ച് എന്ന് പറയുന്നത്. എടുത്ത് നിൽക്കും ഇങ്ങനെ. എനിക്ക് ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക് അത്ര ഇഷ്ടമല്ല, പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ. അതോടുകൂടി നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയെന്ന് കരുതിയെങ്കിൽ തെറ്റി. നമുക്ക് ബ്ലഷ് കൂടെ അപ്ലൈ ചെയ്യാം. ബ്ലഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ആ ലിപ്സ്റ്റിക്ക് തന്നെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ബ്ലഷായിട്ടും അത്ര വർക്കിംഗ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് സാധാരണ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെയാണ്, പക്ഷേ ഞാൻ കുറച്ചിട്ടതുകൊണ്ടാണ് തോന്നുന്നു, അത്ര അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ന്യൂഡ് ട്വിസ്റ്റിൻ്റെ ഒരു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഞാനത് തോണ്ടി എടുത്ത് അത് ബ്ലഷായിട്ടൊന്ന് അപ്ലൈ ചെയ്തു. ഇത് ബ്ലഷിന് നല്ല കളറാട്ടോ. ഒരു ചെറിയൊരു ബ്രൗണിഷ് അങ്ങനത്തെ വരുന്നൊരു കളറാണ്. അത് ബ്ലഷായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഇട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടും കാണാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അധികം മെനക്കെട്ടില്ല, നമ്മളിപ്പോൾ എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് അതിട്ടൊന്ന് നോക്കാനല്ലേ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ സെറ്റായി. മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് പ്രസൻറ്റബിൾ ആവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ എനിക്കിങ്ങനെ കിട്ടാത്തതാണ്. ഇതിൻ്റെ സ്ലീവ് ലെസ്സാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇതിൻ്റെ സ്ലീവ് ഉണ്ട്, വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു കളറല്ലേ ഇത്. എടുത്തപ്പോൾ എനിക്ക് ഈ കളറും കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ തയ്ച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.